നെല്ലിക്കട്ട ചന്ദ്രംപാറയിലെ ആലംകൂഡ്ലു ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവശക്തി മഹായാഗം 28-29 തീയതികളിലായി നടക്കും. യാഗത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക ചടങ്ങുകൾ നടക്കും. യാഗത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് യാഗസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. Gold and diamonds, Kerala and Karnataka, the glow of purity. ഈ ക്ഷേത്രത്തിൻ്റെ ജീർണ അവസ്ഥ മാറ്റിയെടുത്ത് ക്ഷേത്രം പുനർനിർമ്മിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആർട്ടിസ്റ്റ് PS പുണിഞ്ചിത്തായ അദ്ദേഹം ട്രസ്റ്റിയായ ഈ ക്ഷേത്രം നാട്ടുകാരുടെ ഒരു സമിതി, ജീർണോദ്ധാരണ സമിതി രൂപീകരിക്കുകയും കുറേ വർഷക്കാലമായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് കുറേ വർഷക്കാലമായി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ വീണ്ടും ദേവപ്രശ്ന ചിന്ത വെച്ച പ്രകാരം അവിടെ ദുർഗാദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ദുർഗാദേവിയെ കൂടി ഇപ്പോൾ ആരാധിച്ചു പോരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ആ നാടിൻ്റെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുമാണ് ഒരു ശിവശക്തി, ദുർഗയെയും ശിവനെയും ആരാധിച്ചു പോരുന്ന രണ്ടുപേരെയും ആരാധിക്കുന്ന രീതിയിലുള്ള ഒരു യാഗം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചത് പ്രകാരം ഈ വരുന്ന 28-29 തീയതികളിലായിട്ട് അവിടെ ഒരു ശിവശക്തി മഹായാഗം എന്ന രീതിയിൽ ഒരു യാഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 27-ാം തീയതി രാവിലെ 11 മണിക്ക് തൊട്ടടുത്തുള്ള ചന്ദ്രംപാറ എന്ന സ്ഥലത്ത് നിന്നും കലവറ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ 28-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭജന പരിപാടി, വിവിധ ഭജന സംഘങ്ങൾ അവതരിപ്പിക്കുന്ന ഭജന പരിപാടികളും അതോടൊപ്പം നടത്തുന്നുണ്ട്. യാഗ ജനറൽ കൺവീനർ PR സുനിൽ, ക്ഷേത്ര പുനരുദ്ധാരണ സമിതി അധ്യക്ഷൻ P സീതാരാമ റാവു, ട്രഷറർ രാമചന്ദ്ര വോർക്കുഡ്ലു, യാഗ പബ്ലിസിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ഉപാധ്യക്ഷൻ രവിശങ്കർ വോൾത്താജെ, കൺവീനർ ജയറാം കോട്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.